ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 4 ക്ലാസ്സുകളായിട്ട് നമ്മൾ കോൺകോഡ് പഠിച്ചിരിക്കുകയാണ്. പാർട്ട് 4 വരെ ചെയ്തിട്ടുണ്ട് കോൺകോഡ്. ഇപ്പോൾ 4 പാർട്ടായിട്ട് നമ്മൾ കോൺകോഡ് പഠിച്ചു. കോൺകോഡ് എന്താണ്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. ഇപ്പോൾ കോൺകോഡുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റൂൾസുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് വരാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. എല്ലാ ഇംഗ്ലീഷ് ഗ്രാമർ വരുന്ന പോർഷൻസിലും ആർട്ടിക്കിൾ ഒരു മാർക്കിന് ചോദിക്കാതെ പോകത്തില്ല. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആർട്ടിക്കിളുകൾ എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ആർ ദ വേർഡ് ദാറ്റ് ഡിഫൈൻസ് എ നൗൺ. അതായത് ഒരു നൗണിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സുകളെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് നൗൺ എന്ന് പറയുമ്പോൾ നാമമാണ് അല്ലേ. അപ്പോൾ നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സുകളെയാണ് നമ്മൾ ആർട്ടിക്കിൾസുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ആർട്ടിക്കിൾസ് 2 തരത്തിലാണ് കാണപ്പെടുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിളും അതുപോലെ തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. അപ്പം ആർട്ടിക്കിൾസ് ആർ ഇൻ 2 ടൈപ്പ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ അതിനകത്ത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതായത് ആർട്ടിക്കിൾ എത്രയെണ്ണമാണ്? 3 ആർട്ടിക്കിൾസുകളാണ് മെയിൻ ആയിട്ടും കാണപ്പെടുന്നത്. എ ആൻഡ് ദ, അതാണ് 3 ആർട്ടിക്കിൾസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദായും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് എയും ആനുമാണ്. അപ്പോൾ എ ആൻഡ് ആൻ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദ ഈസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എയെ പറ്റിയിട്ടും ആനിനെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, എയും ആനും. അപ്പോൾ സാധാരണഗതിയിൽ ഈ പറയുന്ന എയും ആനും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ടു ഡിഫൈൻ എ നോൺ സ്പെസിഫിക് ഓർ ഇൻഡെഫിനിറ്റ് നൗൺ. അതായത് എയും ആനും നമ്മൾ എന്തിനുപയോഗിക്കും? ഒരു സ്പെസിഫിക് അല്ലാത്തൊരു കാര്യം, അതായത് കൃത്യമായി ഒരു സ്പെസിഫൈ ചെയ്യാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നേ സ്പെസിഫൈ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്പെസിഫൈ ചെയ്യാത്ത കാര്യങ്ങളുടെ മുൻപേ നമ്മൾ എന്തുപയോഗിക്കും? ഈ പറയുന്ന എയോ അല്ലെങ്കിൽ ആനോ ഉപയോഗിക്കും. അതല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള നൗൺസുകൾ, അതായത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ചില നൗൺസുകൾ കാണും. അത്തരത്തിലുള്ള ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള നൗൺസുകളുടെ മുന്നിലും നമ്മൾ എ അല്ലെങ്കിൽ ആൻ ചേർക്കാറുണ്ട്. അതുപോലെ രണ്ടാമത്തെ യൂസസ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി ഐഡിയ ജനറലി. അതായത് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ജനറൽ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് മുന്നേ ആയിട്ട് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാറുണ്ട്. അടുത്ത യൂസ് എന്താണ്? യൂസ്ഡ് ബിഫോർ കൗണ്ടബിൾ നൗൺസ്. അതായത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന നൗൺസുകളുണ്ട്. അതായത് ഇപ്പം 10 ആപ്പിൾസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എണ്ണിയെടുക്കാൻ പറ്റും. 10 ആപ്പിൾ ഉണ്ടെന്ന് എണ്ണിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന് മുൻപേ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ യൂസ്ഡ് ബിഫോർ സിംഗുലർ നൗൺസ്. സിംഗുലർ ആയിട്ടുള്ള ഏകവചനങ്ങൾക്ക് മുൻപേ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? എ അല്ലെങ്കിൽ ആൻ ജനറൽ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിച്ച് വരാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ എക്കും ആനും സെപ്പറേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഒരേ സ്ഥലത്ത് എയും ആനും ഉപയോഗിക്കത്തില്ല. അപ്പോൾ ആൻ ഉപയോഗിക്കുന്ന സ്ഥലം എവിടെയാണ്? എ ഉപയോഗിക്കുന്ന സ്ഥലം എവിടെയാണ്? അതിന് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആനിലോട്ട് പോവാം. ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇപ്പോൾ പറയുന്നത്. നോക്കിക്കേ, ആൻ എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ബിഫോർ എന്താണ്? യൂസ്ഡ് ബിഫോർ എ വവൽ സൗണ്ട്. അതായത് ആൻ എന്ന് പറയുന്നത് വവൽ സൗണ്ട്സിന് മുന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് പറയുന്നത്? ആൻ യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ വവൽ സൗണ്ട്. വവൽ സൗണ്ടുകൾ എന്ന് പറയുമ്പോൾ എ ഇ ഐ ഒ യു ആണ് വവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്നതാണ് എ ഇ ഐ ഒ യു ആണ് വവൽസ് എന്ന് പറയുന്നത്. എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആൻ ഉപയോഗിക്കുന്നത് വവൽസുകളുടെ മുന്നിലാണ് എന്ന് പഠിച്ചു വെക്കുകയുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന എ ഇ ഐ ഒ യു എന്ന് പറയുന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സുകൾക്ക് മുൻപിൽ നമ്മൾ ആൻ ചേർക്കരുത്. മറിച്ച് എന്ത് നോക്കണം? നമ്മളത് പ്രൊനൗൺസ് ചെയ്ത് നോക്കണം. അപ്പോൾ അത് പ്രൊനൗൺസ് ചെയ്ത് നോക്കുന്ന സമയത്ത്, ആ വേർഡ് പ്രൊനൗൺസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ വേർഡ് വവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ എ ഇ ഐ ഒ യു എന്നിങ്ങനെയുള്ള വവൽ സൗണ്ടുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ വേർഡിന് തൊട്ട് മുൻപേ നമുക്ക് എന്ത് ചേർക്കാം? ആൻ ചേർക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞേ, ആൻ ആപ്പിൾ. അപ്പോൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ എ അല്ലേ? ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു വവൽ സൗണ്ട് ആണ്. അതായത് ഈ വവൽ സൗണ്ടുകൾ പൊതുവെ നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ സ്വരാക്ഷരങ്ങൾ, അതായത് സ്വരാക്ഷരങ്ങൾ ആ സൗണ്ട് വരുന്നെങ്കിൽ അതിന് തൊട്ട് മുൻപെയാണ് ആൻ ചേർക്കേണ്ടത്. നമ്മൾ മലയാളീകരിച്ച് പറയും. ആൻ ആപ്പിൾ, അത് നോക്കിയേ. ആൻ ഓറഞ്ച് എന്നുള്ളത്. ആൻ അംബല. അതുപോലെ ആനായി
എന്നുള്ളത് ആൻ ഐ. അപ്പൊ അത്തരത്തിലുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആൻ ഉപയോഗിക്കാം. കാരണം വൗവൽ സൗണ്ട് ആണ് പ്രിനൗൺസ് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ദാ ഇവിടെ നോക്കിക്കേ, ആൻ ഓണസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഓണസ്റ്റ് എന്നുള്ളൊരു വാക്ക് കാണുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്? എച്ചിലാണ്. അപ്പൊ നമ്മൾ പ്രിനൗൺസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്താണ്? ഹോണസ്റ്റ് എന്ന് പ്രിനൗൺസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ നമുക്ക് ആൻസർ എന്ത് ചെയ്യും? തെറ്റിപ്പോവും. പക്ഷേ ഈ ഹോണസ്റ്റ് എന്നല്ല നമ്മൾ ഇവിടെ പ്രിനൗൺസ് ചെയ്യേണ്ടത്. പ്രിനൗൺസ് ചെയ്യേണ്ടത് എന്താണ്? ഓണസ്റ്റ് എന്നാണ് പ്രിനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓണസ്റ്റ് എന്ന് പ്രിനൗൺസ് ചെയ്യുമ്പോൾ എച്ച് വന്നെങ്കിൽ പോലും ഐ അല്ല വന്നിരിക്കുന്നത്, എച്ച് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എച്ച് വന്നാലും നമ്മൾ പ്രിനൗൺസ് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ട് എന്താണ്? ഓണസ്റ്റ്. ഓ എന്ന് പറയുന്ന ഒരു വൊവൽ സൗണ്ട് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് തൊട്ട് മുൻപേ നമ്മൾ എന്ത് ചേർക്കും? ആൻ ചേർക്കും. അപ്പൊ ആൻ ഓണസ്റ്റ് എന്ന് പറയും. അതുപോലെ ഉപയോഗിക്കുന്നതാണ് ആൻ ഓണറേറിയം, അതുപോലെ ആൻ അവർ. അത് അവർ, ആൻ അവർ, അവർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ എന്നുള്ളൊരു മീനിങ് ആണ് ആൻ അവർ. ഇത്തരത്തില് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ലെറ്റർ കണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എ എന്ന് എഴുതാനോ അല്ലെങ്കിൽ വേറൊരു ആനല്ല എന്നുള്ളൊരു ചിന്ത വരും. അതായത് ആദ്യത്തെ ലെറ്റർ കണ്ടിട്ട് നമുക്ക് എച്ച് ആണല്ലോ വന്നത്, അപ്പൊ അത് ആനല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഐ ഒ അല്ലല്ലോ വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ എഴുതാനുള്ള ടെൻഡൻസി വരും. പക്ഷേ എച്ച് ആണെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്ത് നോക്കുക? അത് പ്രിനൗൺസ് ചെയ്ത് നോക്കുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന, നോക്കിക്കേ, ആൻ FIR. എന്ന് പറയുമ്പോൾ FIR മലയാളത്തിൽ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം FIR. അതുകൊണ്ടാണ് ഞാൻ മലയാളം കൂടി എഴുതിയിരിക്കുന്നത്. അപ്പൊ മലയാളത്തിൽ എഴുതുമ്പോൾ അതൊരു സ്വരാക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ പ്രിനൗൺസിയേഷൻ വരുന്നത് ഒരു വൊവൽ സൗണ്ട് ആണ്. സോ ആൻ ചേർത്തു. അതുപോലെ ആൻ HOD, അതായത് HOD എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ആൻ LCD, ആൻ MP എന്നൊക്കെയാണ് വരുന്നത്. ആൻ MLA. എം ആണ്, എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും എം ഒരു വൗവൽ അല്ലല്ലോ എന്ന് വിചാരിക്കും. ആ ലെറ്റർ ഐ ഒ എന്ന് പറയുന്ന ലെറ്റർ അല്ലല്ലോ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു സൗണ്ട് ആണ്, വോവൽ സൗണ്ട് ആണ്. MLA എന്ന് പറയുന്ന വോവൽ സൗണ്ട് ആണ്. ആൻ എക്സ്റേ ഫിലിം, നോക്കിക്കേ, ആൻ എക്സ്റേ ഫിലിം ആണ്. അതുപോലെ ആൻ SSLC സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ആൻ LDC എന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ആൻ LDC എന്ന് എഴുതുമ്പോൾ ആൻ ഓക്കെ. പക്ഷെ നമ്മൾ അതിനെ അബ്രിവേഷൻ ചെയ്ത് എഴുതുമ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് എഴുതുമ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നാണ് വരുന്നത്. LDC എന്ന് പറയുമ്പോൾ മാത്രമാണ് ആൻ LDC നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി എ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ്, അതായത് ഇത്തരത്തിലല്ലാത്ത എല്ലാ കേസുകളിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ ഉപയോഗിക്കാം. അപ്പൊ ആൻ ഉപയോഗിക്കേണ്ടാത്ത സൗണ്ട്സുകളിലെല്ലാം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? എ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ജനറലി പറഞ്ഞാൽ ബിഗിൻസ് വിത്ത് എ കൺസോണന്റ് സൗണ്ട്സ്, അതായത് കൺസോണന്റ് സൗണ്ട്സുകൾക്ക് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ കൺസോണന്റ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ വ്യഞ്ജന അക്ഷരം വരുന്ന സൗണ്ട്സുകൾ, അതായത് വ്യഞ്ജനാക്ഷര ശബ്ദങ്ങൾ വരത്തില്ലേ, ആ ശബ്ദങ്ങൾക്ക് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, എ ഹോട്ടൽ, എ വുമൺ, എ കാർ, എ മാൻ. അത്തരത്തിലുള്ളതൊക്കെ ഹോട്ടൽ, ഹോയാണ് അല്ലെ, ഹോട്ടൽ, എ വുമൺ, എ കാർ, അതൊക്കെ നമുക്ക് എന്താണ്? ബിഗിൻസ് വിത്ത് എ ആണ്, എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. നോക്കിയേ, എ UNO, എ യൂറോപ്യൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഈ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ അത് ഇയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, EUROPEAN ആണ്. അപ്പം ഇയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് എഴുതാനുള്ളൊരു ടെൻഡൻസി എന്ന് പറയുന്നത് യൂറോപ്യൻ എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. കാരണം വൗവൽ ലെറ്റർ വരുന്നുണ്ട്, ഇ എന്ന് പറയുന്ന ഒരു ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂറോപ്യൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതായത് ഒരു വ്യഞ്ജനാക്ഷര ശബ്ദമാണ്, ഒരു കൺസണന്റ് സൗണ്ട് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? എ യൂറോപ്യൻ എന്നേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം വൺ ഒക്കെ വരുന്ന കണ്ടീഷൻസ്. വൺ ഐഡ് മാൻ എന്ന് പറയുന്ന എക്സാമ്പിൾ നോക്കിയേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഓ എന്ന് പറയുന്നത് ഒരു വൗവലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആൻ ചേർക്കാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വൺ ഐഡ് മാൻ, വൺ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ വൺ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരു കൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? എ വൺ ഐഡ് മാൻ എന്നേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഉപയോഗിക്കുന്നതാണ് എ യൂണിയൻ ലീഡർ, അതുപോലെ എ യൂണിഫോം എന്നൊക്കെ പറയുന്നത് യൂണിഫോം. അത്തരത്തിലുള്ള പ്രൊനൗൺസിയേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ആനും എയും എന്ത് ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഇനി ആനും എയും ഉപയോഗിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻ ആണ്, നോക്കിക്കേ,
ഒരു വാക്കിന് മുൻപേ സച്ച് അല്ലെങ്കിൽ സച്ച്, വാട്ട് അത്തരത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ചില വാക്കുകളുണ്ട്. അതായത് സച്ച്, വാട്ട് പോലുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. എന്ത് നോക്കി? പ്രൊനൗൺസിയേഷൻ നോക്കി അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് നോക്കി നമുക്ക് എ അല്ലെങ്കിൽ ആൻ എന്ത് ചെയ്യാം? ഉപയോഗിക്കാനായിട്ട് പറ്റും. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നോക്കിയേ, വാട്ട് ആൻ ഐഡിയ. അപ്പൊ അവിടെ വാട്ട് എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അപ്പൊ വാട്ട് ആ വാക്യത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഐഡിയ നോക്കി നമുക്ക് അവിടെ എന്ത് ചെയ്യാം? എ അല്ലെങ്കിൽ ആൻ ഇട്ട് കൊടുക്കാം. അപ്പൊ നോക്കിയാൽ ഐഡിയ, ഐഡിയ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു വവൽ സൗണ്ടിലാണ് പ്രൊനൗൺസിയേഷൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻ ഐഡിയ ആണ്. അപ്പൊ വാട്ട് ആൻ ഐഡിയ ഇത് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ നോക്കിയേ, ഐ ഡോണ്ട് ലൈക്ക് സച്ച് എ വെഡിങ് എന്ന് പറയുന്നത്. അവിടെ സച്ച് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് വെഡിങ് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് എ വെഡിങ് അല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, കാരണം അതൊരു കൺസണന്റ് സൗണ്ട് ആണ്. സോ എ വെഡിങ് എന്ന് എഴുതാൻ പറ്റും. ഐ ഡോണ്ട് ലൈക്ക് സച്ച് എ വെഡിങ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അതുപോലെ എയും ആൻ ഉപയോഗിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻ ആണ് ഇഫ് സോ കംസ് ബിഫോർ ആൻ അഡ്ജക്റ്റീവ്. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു അഡ്ജക്റ്റീവിന് മുൻപിൽ സോ വന്നു കഴിഞ്ഞാൽ, സോ വന്നാൽ അതിനുശേഷം നമുക്ക് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. എന്ത് നോക്കി? വവൽ സൗണ്ട്, കൺസണന്റ് സൗണ്ട് നോക്കി, സൗണ്ട്സ് നോക്കി നമുക്ക് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ, നോബഡി ക്യാൻ സോൾവ് സോ ഡിഫിക്കൽട്ട് എ പ്രോബ്ലം എന്നുള്ളതാണ്. അപ്പൊ നോബഡി ക്യാൻ സോൾവ്, സോ എന്ന് പറയുന്ന സോ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. അതായത് നോക്കിക്കേ, സോ ഡിഫിക്കൽട്ട്, അഡ്ജക്റ്റീവിന് മുൻപേ എന്ത് വന്നിട്ടുണ്ട്? സോ വന്നിട്ടുണ്ട്. അപ്പൊ സോ ഡിഫിക്കൽട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. ഇപ്പൊ ഇവിടെ എയോ ആനോ ഉപയോഗിക്കേണ്ടത്, ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നത് എന്ത് വെച്ചിട്ടാണ്? ആ പ്രോബ്ലം എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ്. അപ്പൊ പ്രോബ്ലം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതൊരു കൺസണന്റ് സൗണ്ട് ആണ്. സോ നമുക്ക് അതിന് മുൻപേ ആയിട്ട് എ ചേർക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ സെന്റൻസ് കിട്ടിയിരിക്കുന്നത്. നോബഡി ക്യാൻ സോൾവ് സോ ഡിഫിക്കൽട്ട് എ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എയും ആനും നമുക്കൊരു സെന്റൻസിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള എയും ആനെയും പറ്റിയിട്ടുള്ള, അതായത് ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് എ, ആൻഡ് എന്നിങ്ങനെയുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുകളെ പറ്റിയിട്ടുള്ള എന്താണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള, ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കി, ഈ പറയുന്ന EWE എന്ന് പറയുന്ന ഒരു വേർഡ്, ആ വേർഡിന് മുൻപിൽ എ ആണോ ആൻ ആണോ വരേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3 എക്സാംസുകളിൽ ചോദിച്ചിട്ടുണ്ട്, EWE. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഇവിടെ എങ്ങനെയാണ് ഈ വേർഡ് പ്രിനൗൺസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണഗതിയിൽ ഈ കാണുമ്പോൾ നമുക്ക് വവൽ സൗണ്ട് ആയിരിക്കും എന്ന് നമുക്കൊരു പെട്ടെന്നൊരു തോന്നൽ വരും. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആൻ എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, EWE എന്ന് പറയുന്ന ഈ വേർഡ് പ്രിനൗൺസ് ചെയ്യേണ്ടത് യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതായത് YOU അത് പ്രൊനൗൺസ് ചെയ്യത്തില്ലേ, അതുപോലെയാണ് EWE നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു കൺസണന്റ് സൗണ്ട് ആയിട്ട് മാറും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിന് മുൻപേ എന്ത് മാത്രമേ ചേർക്കാൻ പറ്റത്തുള്ളൂ? എ മാത്രമേ ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ AU എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിക്കേ, HOUR. അപ്പൊ HOUR ആണ്. അതെന്താണ്? ആൻ അവർ ആണ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ് ആൻ അവർ, ക്ലാസ്സിൽ പറഞ്ഞാണ് ആൻ അവർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, യുണീക്ക് എന്ന് പറയുന്നതാണ്. അപ്പൊ യുണീക്ക് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽ ലെറ്ററിലാണെങ്കിലും നമ്മൾ എന്താണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? യുണീക്ക് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് യുണീക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇന്ത്യൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ത്യൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ഇന്ത്യൻ ആണ്. അപ്പൊ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻ ഇന്ത്യൻ. അത് തെറ്റാൻ ചാൻസ് കുറവാണ്, കാരണം ഐ ആയതുകൊണ്ട് നമുക്ക് ആൻ എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. പിന്നെ ഇന്ത്യൻ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കൊണ്ടും ആൻ ഇന്ത്യൻ. ഐ ആം ആൻ ഇന്ത്യൻ ബൈ ബർത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഐ ആം ആൻ ഇന്ത്യൻ ബൈ ബർത്ത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒന്നാണ് ഈഗിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈഗിൾ? ആൻ ഈഗിൾ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. OUIGA ബോട്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഓജോ അങ്ങനെയല്ല പ്രൊനൗൺസിയേഷൻ. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് വീജ ബോട്ട് എന്നാണ് പ്രൊനൗൺസിയേഷൻ. വീജ ബോട്ട് എന്നാണ് പ്രൊനൗൺസിയേഷൻ നടത്തുന്നത്. അപ്പോൾ വീജ ബോർഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു കൺസോണന്റ് സൗണ്ട് ആണ്. അപ്പൊ എങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ? എ വീജ ബോർഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ നോക്കിക്കേ, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് എ ഈജ ബോർഡ് ഈസ്. ഈ വീജ ബോർഡ് ഈസ് എന്നാണ് പറയുന്നത്. വീജ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ എ വീജ ബോർഡ് ഈസിനെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ MLA നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. MLA എന്ന് പറയുമ്പോൾ എന്താണ്? ആൻ MLA എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്.
ഇനി അടുത്തത് എന്താണ്? അടുത്ത് നോക്കിക്കേ, യെല്ലോ. യെല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? യെല്ലോ എന്ന് പറയുമ്പോൾ എ യെല്ലോ എന്നാണ് പറയുന്നത്. ഐ വാസ് വെയറിങ് എ യെല്ലോ ഫ്രോക്ക് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഷി വാസ് വെയറിങ് എ യെല്ലോ ഫ്രോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എ യെല്ലോ, അപ്പം നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരെണ്ണം എന്ന് പറയുന്നത് EWE എന്ന് പറയുന്നത്, യു എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന ആ വേർഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ വീജ ബോർഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന അതും നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ജനറലി നമ്മൾ പറയുന്ന ഈ പറയുന്ന അവർ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഓണസ്റ്റ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്, വൺ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുകളെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദായെ പറ്റി പറയാം. ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് റൂൾസ് ഒക്കെ ഈ പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദായെ പറ്റി പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.